ഈ കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച. ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഏറ്റവും ആദ്യത്തെ അറിയിപ്പ്, ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് 10-ാം തീയതി അവസാനിച്ചു. ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങിയവർക്കൊന്നും തന്നെ ഇനി മാസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കുകയില്ല. 3 മാസത്തോളമാണ് മാസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സമയം നൽകിയിരുന്നത്. ഇനിയും മാസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ പെൻഷൻ താൽക്കാലികമായി തടസ്സപ്പെടുന്നതായിരിക്കും. മാസ്റ്ററിംഗ് ചെയ്യാതെ വിട്ടുപോയ 2 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ ആനുകൂല്യം മുടങ്ങിപ്പോയിട്ടുള്ളത്. ഇനി അടുത്ത മാസ്റ്ററിംഗ് വരുന്നത് വരെ ഇത്തരം ആളുകൾക്കൊന്നും തന്നെ പെൻഷൻ തുക ലഭിക്കുകയില്ല. അവരുടെ അക്കൗണ്ട് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. രണ്ടാമതായി മറ്റൊരു അറിയിപ്പ് ആധാർ സംബന്ധിച്ചുള്ളതാണ്. ഏതു തരത്തിലുള്ള അപേക്ഷയാണെങ്കിലും സർക്കാർ പദ്ധതികളാണെങ്കിലും മറ്റുള്ള ഏതുതരം സ്കീമുകളായാലും ആധാർ അധിഷ്ഠിത KYC ഇപ്പോൾ നിർബന്ധമായിരിക്കുകയാണ്. ഇത് യഥാർത്ഥ ഗുണഭോക്താവിനെ തിരിച്ചറിയാനും ആനുകൂല്യം യഥാർത്ഥ ആൾക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്നുമുള്ളതെല്ലാം ഉറപ്പുവരുത്താനാണ് OTP വെരിഫിക്കേഷൻ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. ആധാറിൽ നിർബന്ധമായും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം. അല്ല എങ്കിൽ ബയോമെട്രിക് വെരിഫിക്കേഷനോ ഫേസ് വെരിഫിക്കേഷനോ എല്ലാമാണ് വേണ്ടത്. ആയതിനാൽ തന്നെ ആധാറിൽ ചേർത്തിട്ടുള്ള മൊബൈൽ നമ്പർ ആക്റ്റീവായിട്ടുള്ള നമ്പറാണെന്ന് ഉറപ്പുവരുത്തുക. പഴയ ഫോട്ടോ ഉള്ളവർ അതുകൂടി മാറ്റേണ്ടതാണ്. ഏതൊരു അപേക്ഷ നൽകുമ്പോഴും ഏത് ആനുകൂല്യം ലഭിക്കണമെങ്കിലുമെല്ലാം വളരെ പ്രധാനപ്പെട്ട രേഖയായി നൽകുന്നത് ആധാർ കാർഡ് തന്നെയാണ്. ആയതിനാൽ തന്നെ ആധാറിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ മറ്റും പരിശോധിച്ച് കൃത്യമായി നൽകേണ്ടതാണ്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക.